കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ വലിയ നേട്ടമാണ് ബിജെപിക്ക് ഉണ്ടായിരിക്കുന്നത്. 7 സീറ്റിൽ നിന്നും 13 സീറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചു. അതിന്റെ സന്തോഷത്തിലും ആഹ്ലാദ പ്രകടനത്തിലുമാണ് ബിജെപി. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ആണ്. തുടക്കം മുതൽ തന്നെ ബിജെപി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ ആത്മവിശ്വാസം യാഥാർത്ഥ്യമായിരിക്കണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, കോഴിക്കോട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനത വികസന രാഷ്ട്രീയത്തിന് വോട്ട് നൽകും. നരേന്ദ്രമോദിജി കോഴിക്കോടിനെ വികസനത്തിൻ്റെ ഒരു ഹബ്ബായി വളർത്താനുള്ള വലിയ പരിശ്രമം നടത്തിയത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇത് അട്ടിമറിക്കാൻ വേണ്ടി എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് LDFും UDFും ശ്രമിച്ചോ, ഇതെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഉദാഹരണമായിട്ട് റെനീഷ് ജയിച്ചത് 2 മേയർമാർ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിലാണ്. ആ വാർഡിൽ പോലും ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കാൻ സാധിക്കാത്തിടത്ത് നരേന്ദ്രമോദിജി കോഴിക്കോടിൻ്റെ പൊതുമണ്ഡലത്തിൽ വികസനത്തിൻ്റെ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ഇവിടെ ഞങ്ങൾ തുടർ വിജയം നേടി. റനീഷിൻ്റെ പഴയ മണ്ഡലത്തിൽ തുടർ വിജയം നേടി. ഇവിടെ ആലോചിക്കേണ്ടത്, ഈ വാർഡിൽ പുതിയ വാർഡിൽ മാത്രം 150ഓളം ഞങ്ങളുടെ വോട്ട് ഒക്ടോബറിൽ, അതായത് 2020 ഞങ്ങൾക്ക് വോട്ടില്ല എങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. 20 വോട്ടുണ്ട്, 24 ഒന്നാമത്തെ പട്ടികയിലുണ്ട്, 25 പട്ടികയിലുണ്ട്, 25 അവസാനത്തെ പട്ടിക പുറത്തിറങ്ങുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിലുള്ള ഞങ്ങളുടെ 150ഓളം വോട്ടുകൾ ഡിലീറ്റഡ് എന്ന് കാണുന്നു. ഇതിൻ്റെ ഗൂഢാലോചന ആരാ നടത്തിയത്? ഞങ്ങളത് ഇന്നലെ പറയാതിരുന്നത് ഒരുപക്ഷെ ഞാൻ മെനിയാന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, അതിനെ അതിജീവിക്കാനും പ്രതിരോധിക്കാനുമുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, ജയിച്ചിടത്താന്ന് പറയുന്നത്, ഞങ്ങളുടെ 14 വാർഡുകളിൽ 150 മുതൽ 200ഓളം വോട്ടുകൾ വോട്ടെടുപ്പിൻ്റെ 2 ആഴ്ച മുമ്പ് വെട്ടിമാറ്റിയവരെ ഹൈക്കോടതിയിൽ 5 സെന്റ് സ്ഥലം വിറ്റുപോയാലും അവരെ നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും. അതിനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. ആരുടെ ആ നിർദ്ദേശം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയത്തിലെ അപജയം മുസാഫർ അഹമ്മദിന് ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മേയർ സ്ഥാനാർത്ഥി മീൻചന്തയിൽ പൊട്ടി, മറ്റൊരു മേയർ സ്ഥാനാർത്ഥി നിയാസ് പാറോപ്പടിയിൽ പൊട്ടി, 2 മുൻ മേയർമാർ, അതായത് നിലവിലുള്ള മേയറെ അടക്കം പൊറ്റമ്പലും പൊട്ടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വലിയൊരു മുന്നേറ്റമാണ്. അവസാനം BJP 30 സീറ്റിൽ കൂടുതൽ നേടുമെന്നായപ്പോൾ ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടിയുമായി വോട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ് കയൂമിൻ്റെ കൂടെ ചെറുവണ്ണൂർ വെസ്റ്റിൽ വോട്ട് പിടിച്ചു. ബീച്ചിൽ തീരദേശത്ത് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുമായി ഒരുമിച്ച് SDPയുടെ പ്രവർത്തകരുമായി വോട്ട് പിടിച്ചു. എന്നിട്ട് പോലും ഞങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റി. ഇവിടെ വ്യാപകമായിട്ട് ചക്കോരത്തുകുളം, ഈസ്റ്റ് ഹില്ല്, അത്താണിക്കൽ പരസ്യമായിട്ട് വോട്ട് LDFും UDFും തമ്മിൽ ധാരണയായി. നടക്കാവ് വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രവീൺ തളീനെ തോൽപ്പിക്കാൻ പരസ്യമായിട്ട് LDF UDFിൻ്റെ അഗ്നിവേശിന് വോട്ട് ചെയ്തു. ഇതൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ വിജയം സുവർണ നേട്ടമാണ്, കോഴിക്കോടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. ഇത് 2030 BJP മേയർ ഇനി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇനി ഒരു തർക്കം വേണ്ട. ഇത് വികസനത്തിന്റെ രാഷ്ട്രീയം ഞങ്ങൾ കൊണ്ടുവരും, അതിലൊരു തർക്കമില്ല. ഈ വിജയം ഒരു തുടക്കമാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ അമൃത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.